അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കരാറ് നടത്തിയിട്ടുണ്ട്. അവൻ നിങ്ങളോട് കച്ചവടം ചെയ്തിട്ടുണ്ട്. നിങ്ങളെ സ്വന്തം ശരീരങ്ങളും സമ്പത്തുകളും ബിഅന്ന ലഹുമുൽ ജന്ന, അതേ മുഅ്മിനീങ്ങളായ ആളുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ അവരുടെ ശരീരങ്ങളും സമ്പത്തുകളും വിലക്ക് വാങ്ങി ഇടപാട് നടത്തിയിരിക്കുന്നു. എന്താണ് റബ്ബ് അവർക്ക് കൊടുക്കുന്നത്? ബിഅന്ന ലഹുമുൽ ജന്ന, അവർക്ക് സ്വർഗം കൊടുക്കാമെന്നാണ് റബ്ബ് പറഞ്ഞിട്ടുള്ളത്. യുഖാതിലൂന ഫീ സബീലില്ലാഹ്, അവർ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുന്നവരാണ്. വയുഖ്തലൂൻ, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചിലപ്പോൾ കൊല്ലപ്പെടുന്നവരാണ്. വഅദൻ അലൈഹി അഖാബ്, അല്ലാഹുവിൻ്റെ യഥാർത്ഥമായ വാഗ്ദത്തമാണ്. സ്വർഗം തരുമെന്നത് നിങ്ങളെ ശരീരവും നിങ്ങളെ സമ്പത്തും അല്ലാഹുവിനെ സമർപ്പിക്കാൻ സന്നദ്ധരാകണം. ഫിത്തൗറാത്തി വൽ ഇൻജീൽ, ഇത് ഈ ഖുർആനിൽ മാത്രമല്ല, മുമ്പ് കഴിഞ്ഞുപോയ തൗറാത്തിലും ഇൻജീലിലുമൊക്കെ പടച്ചവൻ ഈ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. വമൻ ഔഫാ ബിഅഹ്ദിഹി മിനല്ലാഹ്, അല്ലാഹുവിനേക്കാൾ കരാറ് കൃത്യമായി പാലിക്കുന്നവൻ വേറെ ആരാണുള്ളത്? അല്ലാഹു ശരിക്കും കരാറ് പാലിക്കുന്നവനാണ്. ഫസ്തബ്ശിറൂ ബിബൈഇകുമുല്ലദീ ബായഅതും ബിഹി, അതുകൊണ്ട് പടച്ച റബ്ബുമായി നടത്തിയ ഇടപാട്, ആ ഇടപാട് ശരിക്ക് പൂർത്തീകരിച്ച് നിങ്ങൾ സന്തോഷിച്ചോളൂ. വദാലിക ഹുവൽ ഫൗസുൽ അളീം, അതാണ് മഹത്തായ വിജയമെന്ന് പറയുന്നത്. അല്ലാഹു തആല കരാറ് പാലിക്കുന്നവനാണ്. അവൻ കരാറ് നടത്തിയതാണ് നിങ്ങളെ സമ്പത്തും ശരീരവും നിങ്ങൾ അല്ലാഹുവിനെ സമർപ്പിക്കുവീൻ. നിങ്ങൾക്ക് കാലകാലം എന്നും ജീവിക്കാൻ സ്വർഗം തരുമെന്നത് അവൻ്റെ കരാറാണ്. അവനേക്കാൾ കരാറ് പാലിക്കുന്ന ആരാണ് വേറെ ഉള്ളത്? അപ്പം അല്ലാഹു ജല്ല ജലാലുഹു നമ്മളോട് ചില കരാറ് നടത്തിയിട്ടുണ്ട്. ആ കരാറ് അവൻ കൃത്യമായി പാലിക്കുന്നവനാണ്. പക്ഷേ പടച്ച റബ്ബുമായി നമുക്കുള്ള കരാറ് നമ്മളും പാലിക്കുന്നവരാകണം. അതുകൊണ്ട് ഖുർആൻ വേറെ ഒരു സ്ഥലത്ത് പറഞ്ഞത് കാണാം, ഔഫൂ ബിഅഹ്ദീ ഊഫി ബിഅഹ്ദികും, എൻ്റെ കരാറ് നിങ്ങൾ പാലിച്ചോളൂ, നിങ്ങളോടുള്ള കരാറ് ഞാനും പാലിക്കുന്നവനാണ്. നമുക്കറിയാമല്ലോ ഖുർആനിൽ റബ്ബ് നടത്തിയ ചില കരാറുകളുണ്ട്. അതേവ കാന ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ, യഥാർത്ഥ മുഅ്മിനീങ്ങളെ സഹായിക്കുമെന്നത് നമ്മൾ ഏറ്റെടുത്ത കാര്യമാണെന്ന് ഖുർആൻ പറയുന്നു. എന്നാൽ ഓ യുവാക്കളെ, മുഅ്മിനീങ്ങളെ, ഇന്ന് പലപ്പോഴും അതാ സത്യവിശ്വാസികൾക്ക് പടച്ച റബ്ബിൻ്റെ സഹായം കിട്ടുന്നില്ലെന്ന് തോന്നിപ്പോകുന്ന വിധം ധാരാളം പരീക്ഷണങ്ങൾക്ക് മുസ്ലിം ഉമ്മത്ത് വിധേയമാകുന്നു. ഇതിൽ ആർക്കും തർക്കം ഇല്ല. മുസ്ലിം ഉമ്മത്ത് പല വിധത്തിലും പല രാജ്യങ്ങളിലും വിഷമിക്കുന്നു. എന്നാൽ ആ വിഷമത്തിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണം എന്താണ്? അല്ലാഹുവിനോടുള്ള കരാറ് നമ്മൾ കൃത്യമായി പാലിക്കുന്നില്ല എന്നതാണ്. ഔഫൂ ബിഅഹ്ദീ ഊഫി ബിഅഹ്ദികും, എൻ്റെ കരാറ് നിങ്ങൾ പാലിക്കൂ, ഞാൻ നിങ്ങളോടുള്ള കരാറ് ഞാനും പാലിക്കുമെന്നാണ് അല്ലാഹു പറഞ്ഞത്.